എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു ഇഗ്നൈറ്റ് ഐജൻ 4ൻ്റെ മെഷീൻ എന്ന് പറഞ്ഞ മോഡൽ ഹെൽമെറ്റ് നമ്മൾ അൺബോക്സ് ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ഇഡയൽ വയർലെസ് ഇയർഫോൺസ് നമ്മൾ അൺബോക്സ് ചെയ്തിരുന്നു. ഇതൊരു C8 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വയർലെസ് ഇയർഫോൺസ് ഹെൽമെറ്റിലേക്ക് ഫിക്സ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പാഡിങ്സ് റിമൂവ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാൻ ഇതിനകത്ത് നമുക്ക് അധികം ലൈറ്റ്, കാരണം ഫുള്ളും മഴ അന്തരീക്ഷം ഇരുണ്ട് കിടക്കുകയാണ്, എൻ്റെ കയ്യിൽ എക്സ്ട്രാ ലൈറ്റ് സോഴ്സൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക, കാരണം അകത്ത് കാണാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് നേക്കഡ് ആയതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്, ക്യാമറ കൂടെ എത്രത്തോളം വിസിബിലിറ്റി ഉള്ള കാര്യം എനിക്കറിയത്തില്ല. കാരണം നമ്മൾ ഈ പാഡിങ്സ് ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഈ പാഡിന് തന്നെ 4 ബക്കിൾസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു വെൽക്രോ ഇതുണ്ട്, ഇവിടെ ഒരു ലോക്കുണ്ട്. അതൊക്കെ 6 ലോക്ക് ഇതിലേക്ക് തന്നെ വരുന്നുണ്ട്. അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ പറഞ്ഞില്ലേ ഏതൊക്കെ ലൊക്കേഷനിലാണ് ഇതിൻ്റെ ലോക്ക് ഇരിക്കുന്നതെന്ന്. ഫസ്റ്റ് ഈ കാണുന്ന ഇവിടെ ഈ 2 ചിൻ ഭാഗത്തിൻ്റെ ഇവിടെ ലോക്ക് നമ്മൾ ജസ്റ്റ് ഇവിടെ കൈ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യുക. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ലോക്ക് നമുക്ക് കാണാൻ പറ്റും. റെഡ് കളറിൽ ഒരു ലോക്ക് ഉണ്ടാവും, അത് നമുക്ക് വെച്ച് റിലീസ് ചെയ്യുക. അതിനുശേഷം ഇതിനകത്ത് തന്നെ കൈ ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ ഒരു ലോക്ക് ഉണ്ടാവും. ഈ ബക്കിൾ നമ്മൾ റിലീസ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിമൂവലായിട്ട് വരുന്ന പാഡിങ് വരുന്നത്. നല്ല സോഫ്റ്റ് കുഷനാണ്. നമ്മൾ ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഹോൾസ് ഒക്കെ ഉണ്ട്. സ്പീക്കേഴ്സോ എന്തെങ്കിലും ഇൻ്റർകോമോ വയ്ക്കുമ്പോൾ അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടുള്ള ഹോൾസ് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ 1 2 3 4 ലോക്കിങ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്, ഇവിടെ ഒരു വെൽക്രോയുടെ സ്റ്റിക്കേഴ്സും വരുന്നുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഒരു സൈഡ് നമ്മൾ ചെയ്തു. ഇവിടെ ആണെങ്കിൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അതായത് ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ലോക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. 4 ലോക്കുകൾ. പിന്നെ അവിടെ ഇത് സ്പീക്കർ വയ്ക്കാനുള്ള ഒരു പ്ലേസാണ്. കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ എടുത്തതിന് നമ്മൾ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ റൈറ്റ് സൈഡ് റിമൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫസ്റ്റ് കൈ ഇവിടെ ഇവിടെയും സെയിം ഇത് തന്നെയാണ്. 4 ഇത് വരുന്നുണ്ട്. 2 സൈഡും റിമൂവ് ചെയ്ത് വെച്ചു. ഇനി റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഇത് ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് നമ്മൾ ഈ പോർഷൻ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. എന്തെങ്കിലും ഡേർട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് ഈർപ്പമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് മാറ്റുക. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്യാം. ഒറ്റയും സൂക്ഷിച്ച് വെക്കുക. നമുക്ക് ഈ സ്പീക്കറിൻ്റെ വയറൊന്ന് നമുക്ക് റിമൂവ് ചെയ്യാം.
ഒരെണ്ണം ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്. ഒരെണ്ണം ലെങ്ത്ത് കൂടുതലും ഒരെണ്ണം ഷോർട്ട് ലെങ്ത്തുമാണ്. അപ്പം ഷോർട്ട് ലെങ്ത്ത് വരുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡ് വെട്ടിക്കുന്നു. കാരണം ഇവിടെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ ഈ മെഷീൻ വയ്ക്കാൻ പോകുന്നത്. ഈ ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ ഈ മെഷീൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഏറ്റവും ഷോർട്ടായിട്ടുള്ള സ്പീക്കറിനെ നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നു. നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് വഴിയാണ്, ഹെൽമെറ്റിൻ്റെ ബാക്ക് സൈഡ് വഴിയാണ് നമ്മൾ എടുക്കുന്നത്. ഒട്ടിക്കുന്നതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വെൽക്രോ നല്ല സ്ട്രോങ് ആണ്. നമുക്ക് ഏകദേശം ഈ മെഷീൻ വയ്ക്കാൻ വേണ്ടി എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് നോക്കിയിട്ട് ബാക്കിയൊക്കെ നമ്മൾ പാഡിങ്ങിൻ്റെ അകത്തോട്ട് തന്നെ നമ്മൾ വെക്കും. ഇങ്ങനെയായിരിക്കും വയ്ക്കേണ്ടത്. ഇങ്ങനെയാണ് നമുക്ക് വയ്ക്കേണ്ടത്. നമ്മൾ അതിനനുസരിച്ച് വയറ് അകത്തേക്ക് നമുക്ക് ഏകദേശം ഇത്രയും പുറത്ത് വന്നാൽ മതി. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഓരോ ഹെൽമെറ്റിനും ഓരോ രീതിയായിരിക്കും. ഇവിടെയാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഇത്രയും വയർ മാത്രം പുറകെ ഉള്ളിൽ കാണുന്ന രീതിയിൽ വെച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് ഉള്ളിലേക്ക് തന്നെ പാഡിങ്ങിൻ്റെ അകത്ത് നമുക്ക് വയ്ക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ മൈക്ക് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് പിടിപ്പിക്കണം. നമ്മുടെ വയറിംഗ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഗ്രിപ്പ് ഒന്ന് മൗണ്ട് ചെയ്യണം. അപ്പോൾ ഞാനിത് ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യാണ്. ഇതെവിടെയാണ് വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്കൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലേക്കാണ് ഞാനിത് വയ്ക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ഗ്രിപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ മെഷീൻ നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് റിലീസ് ചെയ്യുന്നത് ഈ മെഷീൻ നമുക്ക് ഇവിടുന്ന് റിലീസ് ചെയ്യണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് വയ്ക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, മേലോട്ടെടുക്കുക. അത്ര തന്നെയാണ്. അത് വയ്ക്കുന്നു. ഒരു സൗണ്ട് കേൾക്കും, ലോക്കിങ് സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ലോക്കായി കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം നമ്മൾ ഇത് പ്രസ് ചെയ്യുന്നു, മേലോട്ട് പുഷ് ചെയ്യുന്നു. അപ്പോൾ ഇത് റിലീസായി വരുന്നു. നമുക്കിത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പാഡിങ്സ് ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കണം. ഈ പുറത്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് അകത്തേക്ക് പുഷ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് സ്പീക്കർ അകത്ത് ഫിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മെഷീൻ ഒന്ന് ഇതിലേക്ക് പിടിപ്പിക്കാം. ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നന്ദി.